എറണാകുളത്ത് 2 പരിപാടി നടന്നു. DCCയുടെ നേതൃത്വത്തിൽ രണ്ട് പരിപാടി നടന്നു. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. ആ 2 പരിപാടിയിലും ശശി തരൂരിനെ വിളിച്ചില്ല. അപ്പോൾ ശശി തരൂർ മറ്റൊരു പരിപാടിയിൽ പോയിരുന്നു. പോയ പരിപാടിയിൽ വെച്ച് പത്രപ്രവർത്തകർ ചോദിച്ചു, പത്രലേഖകർ, മീഡിയക്കാർ ചോദിച്ചു, എന്താണ് 2 പരിപാടി? അപ്പോൾ എന്നെ വിളിച്ചിട്ടില്ല, ഞാൻ പോയില്ല. അത് ആ വിവാദം അവിടെ തീർന്നു. പിന്നെ ശശി തരൂർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പാർട്ടിയാണ് ഫസ്റ്റ്, അദ്ദേഹത്തിന് പാർട്ടിയേക്കാൾ അദ്ദേഹത്തിന് പ്രധാനം രാജ്യമാണ്. നാഷൻ ഫസ്റ്റ്, സെക്കൻഡ് പാർട്ടി. സാധാരണ പാർട്ടികൾ അങ്ങനെയല്ല. രാഷ്ട്രീയ പ്രവർത്തകർ എന്ത് തെറ്റ്, ഇപ്പം നമ്മൾ ടി വിയിലൊക്കെ കാണാറുണ്ടല്ലോ, ചാനൽ ചർച്ചയിലൊക്കെ നമ്മുടെ ഓരോരുത്തർ വന്നിരുന്ന കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെയും BJPയുടെ ഒക്കെ ആളുകൾ വന്നിരുന്ന് ചർച്ച ചെയ്യുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അവർ എന്ത് തെറ്റ് ചെയ്താലും, അതായത് അവരുടെ പാർട്ടി എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിച്ച് വെളുപ്പിച്ച് കറുത്തതിനെ വെളുപ്പിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് ചാനലിൽ വന്നിരിക്കുന്ന ഈ ചാനലിൻ്റെ തൊഴിലാളികളുടെ ഒരു ജോലി. ഞാനും ചാനലുകളിൽ പോകുന്നതാണ്, ഒരു തൊഴിലാളി എന്ന് വിളിച്ചത് മറ്റൊന്നായി കരുതരുത്. അപ്പം നമ്മുടെ ജോലി ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളിടത്താണ് നിൽക്കുന്നത് എന്നാണ് പാർട്ടിക്കാർ ആളെ വിടുന്നത്. അങ്ങനെയുള്ള പരിപാടിക്ക് വിടുകയുള്ളൂ. വിട്ട് കഴിഞ്ഞിട്ടും അവർ അത് മോണിറ്റർ ചെയ്യും. ഇപ്പം CPM-കാർ ആരെങ്കിലും പോയ AK സെൻറ്ററിൽ നിന്ന് മോണിറ്ററിംഗ് ഉണ്ടാവും, KPCCക്ക് മീഡിയ വിങ് ഉണ്ട്, അവിടെ നിന്ന് മോണിറ്ററിംഗ് ഉണ്ടാവും, BJP എന്നാണ് BJPക്ക് നിന്ന് മോണിറ്റർ ഉണ്ടാവും. എന്താണ് ഈ പറയുന്നത്, പോകുന്ന ആൾ എന്താണ് പറയുന്നതൊക്കെ മോണിറ്ററിംഗ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടിക്ക് എന്ത് തെറ്റ് ചെയ്താലും, ഇനി എതിരാളി പറയുകയാണ് പകൽ പോലെ തെറ്റ് കണ്ടുപിടിച്ച കേസിലാണെങ്കിൽ പോലും, പ്രൂവ് ചെയ്ത കാര്യമാണെങ്കിൽ പോലും നമ്മൾ ഡിഫെൻഡ് ചെയ്യുക, നമ്മൾ വേറെ ലോകത്തെ ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതാണ് പാർട്ടിക്ക് വേണ്ടത്. അപ്പോൾ പാർട്ടിക്കാരനായാൽ പാർട്ടിയാണെല്ലാം. CPM-ലൊക്കെ ആണെങ്കിൽ വേറൊരു ന്യായമില്ല, പാർട്ടിയാണ് എല്ലാം. പാർട്ടി പറഞ്ഞാൽ അച്ഛനും അമ്മയുടെ കാര്യം എടുത്താൽ പോലും പാർട്ടിയാണ്. EMS-ൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ അന്നത്തെ ഗൗരി അമ്മയുടെയും ഗൗരി അമ്മയുടെ ഭർത്താവിൻ്റെയും കഥ എടുത്തു കഴിഞ്ഞാൽ, ഒരാൾ CPI-യിലേക്ക് പോയി, ഒരാൾ CPM-ൽ നിന്നു. അവരുടെ വിവാഹബന്ധം പോലും ഇല്ലാതായി. പാർട്ടിയായിട്ട് ആലോചിക്കാതെ ശൈലജ ടീച്ചർക്ക് അവാർഡ് വാങ്ങാൻ പറ്റിയില്ല. അവാർഡ് കിട്ടിയപ്പോൾ ശൈലജ ടീച്ചർക്ക് ആ അവാർഡിൽ എന്തോ കുഴപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങണ്ടെന്ന് പറഞ്ഞു. വാങ്ങണ്ടെന്ന് പറഞ്ഞ കാര്യം വേറെയാണ്, പക്ഷേ വാങ്ങണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ജ്യോതി ബാസു പ്രധാനമന്ത്രി ആകാനുള്ള എല്ലാ സാധ്യതയും വന്നപ്പോൾ ആയില്ല. പിന്നെ അത് മണ്ടൻ തീരുമാനമാണെന്നൊക്കെ CPM തന്നെ സമ്മതിച്ചെങ്കിലും അന്ന് ജ്യോതി ബാസുവിന് വലിയൊരു സാധ്യത വന്നപ്പോൾ സമ്മതിച്ചില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പാർട്ടി ഫസ്റ്റ്, നാഷൻ സെക്കൻഡ് എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകളും പ്രവർത്തന പരിപാടി. അതാണ് എൻ്റെ ചട്ടം. പക്ഷേ ശശി തരൂർ പറയുന്നത് എന്നെ സംബന്ധിച്ച് അതല്ല. നാഷൻ ഫസ്റ്റ്, രാഷ്ട്രം ഫസ്റ്റ് ആദ്യം, രാജ്യമാദ്യം, രണ്ടാമത് പാർട്ടി. എനിക്ക് പാർട്ടിയും രാജ്യവും കൂടിയുള്ള കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിക്കേണ്ടി വന്നാൽ ഞാൻ പാർട്ടി ഉപേക്ഷിക്കും, രാജ്യത്തെ സ്വീകരിക്കും എന്ന് പറയും. അന്ന് മാത്രമല്ല, 1997 അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ചും സഞ്ജയ് ഗാന്ധിയെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്, ഇന്ദിരാഗാന്ധിയെക്കുറിച്ചൊക്കെ. അന്ന് ആ പുസ്തകം വായിക്കാത്തവരും വിവാദമാക്കാത്തവരും ഒക്കെ ഇപ്പോൾ എന്തിനാണ് ഇത് വിവാദമാക്കുന്നത്? ഞാൻ അന്നേ പറഞ്ഞ കാര്യമാണ്, ഇപ്പോൾ പുതിയതായിട്ട് പറയുന്ന കാര്യമല്ല എന്ന്. അപ്പോൾ ആ കാര്യത്തിലും അദ്ദേഹം പറയുന്നത്, അപ്പോൾ രാഷ്ട്രം ഫസ്റ്റാണ്. അതുപോലെ തന്നെ രണ്ടാമത് 97 പുസ്തകത്തിൽ പറഞ്ഞ കാര്യം മാത്രമാണ് 2024 വേറെ ലേഖനത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പുതിയ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. മൂന്നാമത് അദ്ദേഹം പറയുന്നത്, ജപ്പാനും ചൈനയും പോലുള്ള രാജ്യങ്ങൾ ലോകരാജ്യങ്ങളുടെ സമ്മേളനങ്ങൾക്ക് വന്നാൽ അല്ലെങ്കിൽ മീറ്റിങ്ങുകൾക്ക് വരുമ്പോൾ അവരുടെ ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത്. ചൈനീസുകാർ ചൈനീസ് ഭാഷയിലും, ചൈനീസ് പ്രധാനമന്ത്രി ജപ്പാനിൽ നിന്ന് വരുന്ന ആൾ ജാപ്പനീസിലുമാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദിയിൽ മോഡി സംസാരിക്കുന്നതിനെ ആരും കളിയാക്കേണ്ട കാര്യമില്ല. മോഡിക്ക് അറിയാവുന്ന ഏറ്റവും കൺവേ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഭാഷ ഹിന്ദിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഹിന്ദിയിൽ പറയുന്നത്. കുറച്ച് പഠിച്ച് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞ ആ ഫ്ലുവൻസിയും ഒഴുക്കും ഒക്കെ തെറ്റിച്ച് എന്തെങ്കിലും തെറ്റ് പറഞ്ഞ് അത് ട്രോൾ ആവുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് തനിക്കറിയാവുന്ന ഭാഷയിൽ മനോഹരമായി സംസാരിക്കുന്നത്. ഇപ്പോൾ പാർലമെൻറ്റിൽ നമ്മുടെ രാധാകൃഷ്ണനൊക്കെ മലയാളത്തിലാണല്ലോ സംസാരിക്കുന്നത്. സുരേഷ് ഗോപി ഒരിക്കൽ ഇംഗ്ലീഷിൽ സംസാരിച്ചു, പിന്നെ മലയാളത്തിൽ സംസാരിച്ചു. അപ്പോൾ ഭാഷ ഒരു കാര്യമല്ല. ഇപ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ഏത് ഭാഷയിൽ സംസാരിച്ചാലും ആ ശബ്ദം തന്നെ കൺവേർട്ട് ചെയ്തിട്ട് മറ്റ് ലാംഗ്വേജുകളിലേക്ക് മാറ്റാനൊക്കെ ഉള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭാഷയൊന്നും ഒരു തടസ്സമല്ല അടുത്ത ശശി തരൂരിൻ്റെ വാദം. അങ്ങനെ മോഡിയെ നിങ്ങൾ പറയണ്ട. പിന്നെ മോഡി വന്നതിന് ശേഷം ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്കൊരു മതിപ്പുണ്ടായിട്ടുണ്ട്, അത് കാണാതിരുന്നു കൂടാ. ഓപ്പറേഷൻ സിന്ദൂറിനെ വളരെ ഭംഗിയായിട്ടാണ് കൈകാര്യം ചെയ്തത്, അതും കാണാതിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ മോഡി ചെയ്തിരിക്കുന്ന നല്ല, പിന്നെ മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ഇഷ്ടപ്പെട്ടു ശശി തരൂരിന്. അതുകൊണ്ട് ഞാനത് പറയും. പ്രധാനമന്ത്രി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറയും. പ്രധാനമന്ത്രി ഹിന്ദിയിൽ സംസാരിച്ചാൽ മതി. രാഷ്ട്രമാണ് പ്രധാനം. എനിക്ക് രാഷ്ട്രത്തിൻ്റെ എന്തെങ്കിലും ചുമതല കിട്ടിയാൽ ഞാനത് ചെയ്തിരിക്കും. രണ്ടാമതാണ് എനിക്ക് പാർട്ടി. അപ്പോഴാണ് പാർട്ടിക്കാരുടെ ഇടയിൽ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭരിക്കുന്ന പാർട്ടിയോടൊപ്പം നിങ്ങൾ പോയി നിങ്ങളങ്ങ് ചേർന്നാൽ പോരെ, നിങ്ങൾ എന്തിനാണ് ഈ പാർട്ടിയിൽ നിന്ന് ബഹളം ഉണ്ടാക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്.
അവിടെ ഒരു വലിയൊരു ഉത്തരം വരുന്നത്, ഇദ്ദേഹം രാജിവെച്ചപ്പുറത്ത് പോയാൽ കിട്ടുന്ന ഒരു ഇമേജോ അല്ലെങ്കിൽ ഒരു ബലമോ പുറത്താക്കി കിട്ടുമ്പോൾ വേറൊരു തരത്തിലായിരിക്കും. അങ്ങനെ പുറത്താക്കി വലുതായി പോകുന്നതാണ്, ഒരു വലിയ നേതാവിനെ പുറത്താക്കി എന്നുള്ള ഒരു രക്തസാക്ഷി പരിവേഷത്തോടു കൂടിയാണ് BJP ചേരുന്നതെങ്കിൽ കുറച്ചുകൂടി അദ്ദേഹത്തിന് അവിടെ വിലപേശാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ കൂടുതൽ സ്ഥാനം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ധരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഞങ്ങളങ്ങനെ പുറത്താക്കുന്നില്ല, ശശി തരൂരിനെ പുറത്താക്കുന്നില്ല എന്നുള്ള നിലപാടിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. എന്തായാലും ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു കീറാമുട്ടിയാണ്. പക്ഷേ കീറാമുട്ടികൾക്കെല്ലാം ബദലായി അല്ലെങ്കിൽ അതിന് പരിഹാരം എന്നുള്ള നിലയിൽ വളരെ കൃത്യമായി കൊച്ചിയിൽ വെച്ച് 1, 2, 3, 4 എന്നുള്ള അക്കമിട്ട് തന്നെ ശശി തരൂർ കാര്യങ്ങൾ ബോധിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം പറയുന്നു രാജ്യമാണ് ഫസ്റ്റ്, പിന്നെയുള്ളൂ പാർട്ടി. അതുപോലെ ഓരോ കാര്യത്തിലും അദ്ദേഹം എന്തിനാണ് മോഡിയെ പ്രകീർത്തിച്ചത്, ഏത് വിഷയത്തിലാണ് പ്രകീർത്തിച്ചത് എന്നുള്ളത് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥയ്ക്കെതിരെയും ഇന്ദിരാഗാന്ധിക്കെതിരെയും സഞ്ജയ് ഗാന്ധിക്കെതിരെയും നെഹ്റുവിനെതിരെയും മഹാത്മാഗാന്ധിക്കെതിരെയും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ ഒരു പുതുമയില്ല, പുതിയതുമല്ല. അത് നേരത്തെ പറഞ്ഞു വന്ന കാര്യങ്ങളും പുസ്തകത്തിലും ലേഖനങ്ങളിലൂടെയൊക്കെ പല വർഷം പറഞ്ഞു വന്ന കാര്യങ്ങളെ പുതിയ ലേഖനങ്ങളിലും കോട്ട് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ശശി തരൂർ വളരെ കൃത്യമായ വിശദീകരണമായി പുറത്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ട്രോളുകൾ എന്ത് വരാനുണ്ടെന്ന് മാത്രമാണ് നമുക്ക് അറിയാനുള്ളത്. എന്തായാലും സാധാരണ പ്രവർത്തകരും മുരളീധരൻ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും കോൺഗ്രസ് നേതാക്കളും പറയുന്നത്, ഇയാൾക്ക് ഇറങ്ങി പൊക്കൂടെ, ഇയാൾ എന്തിനാണ് ഇതിനകത്ത് നിൽക്കുന്നതെന്നൊരു ചോദ്യമുണ്ട്. അപ്പോഴും ശശി തരൂർ പറയുന്നത്, എന്നെ വേണ്ടെങ്കിൽ കളയൂ എന്നാണ് പറയുന്നത്. അങ്ങനെ കളയില്ല എന്നാണ് കോൺഗ്രസും പറയുന്നത്. അപ്പോൾ കൃത്യമായ ഒരു രാഷ്ട്രീയ പോരാട്ടം അല്ലെങ്കിൽ ഒരു പോര് ശശി തരൂർ വേഴ്സസ് കോൺഗ്രസ് നടക്കുന്നുണ്ട്.